വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട PDNA റിപ്പോർട്ട് സംസ്ഥാനം ഇതുവരെയും കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടില്ലെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഹിന്ദു പത്രത്തിലെ 2020 ജനുവരിയിലെ വാർത്ത ഞാൻ വായിക്കാം. Central will not allot any additional assistance to Kerala from the National Disaster Response Fund as it has failed to produce utilization certificate for 50% of over 3,000 crore fund allotted to it after the 2018 floods, a senior Home Ministry official said on Thursday. ഞാൻ പറഞ്ഞത് കിട്ടിയ പണത്തിന്റെ കണക്ക് കൊടുക്കുന്നതിൽ കാണിക്കുന്ന ശുഷ്കാന്തി, ആ ശുഷ്കാന്തി സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഇപ്പോൾ വീണ്ടും കേന്ദ്രത്തിനെതിരായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു പ്രാവശ്യം കേന്ദ്രത്തിനെതിരായിട്ട് ഇറങ്ങിയിട്ട് അവസാനം സുപ്രീം കോടതി പോയിട്ട് എന്ത് സംഭവിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാം. സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെ കേന്ദ്ര സർക്കാർ വിവേചനം കാണിക്കുന്നതായിട്ട് ബോധ്യപ്പെടുത്താൻ, സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ കേരള സർക്കാരിന് സാധിച്ചിട്ടില്ല. ഇതായിരുന്നു സുപ്രീം കോടതി അന്ന് 2023-24 വർഷത്തിൽ ഇടക്കാല ആവശ്യമായിട്ട് കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണം എന്നുള്ള ആവശ്യം, ആ ആവശ്യം പറഞ്ഞുകൊണ്ട് പരിഗണിച്ച കേസിൽ, ഹർജിയിൽ സുപ്രീം കോടതി എടുത്ത തീരുമാനം. അപ്പൊ ഇനിയും ഈ ധനസഹായം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ പോകാൻ ഇപ്പോ കോടതി പോകുന്ന കാര്യം പറയുന്നില്ല. കാരണം കോടതിയിൽ പോയാൽ എന്തായിരിക്കും വസ്തുത എന്ന് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ മന്ത്രിമാർക്കറിയാം. മാത്രമല്ല, പാർലമെന്റിൽ ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഈ ദുരന്തമുണ്ടായതിനു ശേഷം പാർലമെന്റിൽ ഇത് സംബന്ധിച്ച് തമിഴ്നാട്ടിലെ വിൽസൺ, തമിഴ്നാട്ടിൽ നിന്ന് രാജ്യസഭാ അംഗമായിട്ടുള്ള അംഗമാണ്, അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് നൽകിയിട്ടുള്ള മറുപടി, ആ മറുപടി കൂടി ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ആ മറുപടിയിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. കാരണം ആ മറുപടിയിൽ വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ 5 വർഷക്കാലം വിവിധ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം ഈ ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ള തുക, ആ തുകയുടെ കൃത്യമായിട്ടുള്ള കണക്ക് കൊടുത്തിട്ടുണ്ട്. ഓഗസ്റ്റ് 7 2024 ഓഗസ്റ്റ് 7 പി വിൽസൺ രാജ്യസഭയിൽ ചോദിച്ച ചോദ്യമാണ് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ നമ്പർ 1825. കേരളത്തിന് മാത്രമല്ല, അതിൽ കൊടുത്തിട്ടുള്ള വിവിധ സംസ്ഥാനങ്ങളുടെ കണക്കുണ്ട്. ആ കണക്ക് വായിച്ചു കഴിഞ്ഞാൽ ആസാം ആവശ്യപ്പെട്ടത് 3237 കോടി രൂപ, കൊടുത്തത് 616 കോടി രൂപ. കൊടുത്തതെന്ന് പറഞ്ഞാൽ അപ്രൂവ് ചെയ്തത് 616 കോടി രൂപ. റിലീസ് ചെയ്തത് ഒറ്റ പൈസ റിലീസ് ചെയ്തിട്ടില്ല. ആസാം BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്നു, കേരളത്തിന് എന്നുള്ളതല്ലേ പരാതി. ഉത്തർപ്രദേശ് ചോദിച്ചത് 808 കോടി രൂപ, അനുവദിച്ചത് 367 കോടി രൂപ, ഒറ്റ പൈസയും കൊടുത്തില്ല. മഹാരാഷ്ട്ര 2110 കോടി രൂപ ചോദിച്ചു, 956 കോടി രൂപ അനുവദിച്ചു. കേരളം, ഇത് ഞാൻ വായിക്കുന്നത് 2019 മുതൽ 24 വരെയുള്ള കണക്കിലാണ്, 1624 കോടി രൂപ ചോദിച്ചു, 460 കോടി രൂപ അനുവദിച്ചു. ഇതില് റിലീസ് ചെയ്ത എമൗണ്ടിന് ഒരു ആസ്റ്ററിക് ഉണ്ട്. അതിന്റെ താഴെ എഴുതിയിരിക്കുന്നത് ഫണ്ട് റിലീസ് ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് 50% ഓഫ് ദ ഓപ്പണിംഗ് ബാലൻസ് അവൈലബിൾ ഇൻ ദി SDR ഓഫ് ദ സ്റ്റേറ്റ് ഇൻ ദ ബിഗിനിംഗ് ഓഫ് ദ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ മുൻ വർഷങ്ങളിൽ